മാഡം പറഞ്ഞേൽപ്പിച്ച കാര്യം ഡോക്ടറിനോട് ഭംഗിയായി അവതരിപ്പിച്ചു. പേടിക്കണ്ട, ഈ സംഭവം ഞാൻ ആരോടും പറയില്ല. മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്ന ഒന്നും ഞാൻ ചെയ്യാറില്ല. ബന്ധങ്ങളുടെ വില നന്നായി അറിയാവുന്ന ആളാ ഞാൻ. ആ കുട്ടി മീര എന്തിനാ അത് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഈ പ്രായത്തില് കൂടുതലും ഇഷ്ടപ്പെട്ട ആളെ കിട്ടാതെ വരുമ്പോഴാ ഇങ്ങനെ ഓരോ അബദ്ധങ്ങൾ കാണിക്കുന്നത്. ഇഷ്ടം തോന്നിയവരെ അകറ്റി നിർത്താൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും. പക്ഷേ ഒരുമിപ്പിക്കാനുള്ള ഭാഗ്യം അത് ഈ ഭൂമിയിൽ വളരെ കുറച്ചു പേർക്ക് മാത്രമേ കിട്ടൂ. പ്രണയിച്ച് നേടിയെടുക്കാൻ പറ്റാതെയാണ് ആ കുട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതെങ്കിൽ അതിന്റെ രക്ഷകർത്താക്കളോടൊന്ന് പറയണം, സ്നേഹിക്കുന്നവരെ തമ്മിൽ പിരിക്കരുതെന്ന്. സുഖമല്ലേ നന്ദ? അത് ഞങ്ങളോട് വന്നത്. അറിയാം. ടെൻഷനാവണ്ട, ആ കുട്ടിക്ക് ഒന്നും വരില്ല. മീരയെ ഞാനാ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഓഫീസിൽ പോകുന്ന വഴിക്കാ റോങ്ങായി നിർത്തിയിട്ടിരിക്കുന്ന കാറ് കണ്ടത്. നോക്കുമ്പോ സൂയിസൈഡ് അറ്റംപ്റ്റ് ആണെന്ന് മനസ്സിലായി. അവള് ടെൻഷനാവണ്ട. മുരളി അല്ലേ? കേട്ടിട്ടേ ഉള്ളൂ. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം നിങ്ങളെയൊക്കെ കാണാനൊരവസരം ഇങ്ങനെ കിട്ടി. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ, കാണാം. എടാ ഗിരീഷേട്ടൻ. മനസ്സിലായി, നീ വാ.